ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫ ബീറ്റനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ആൽഫ, എന്താണ് ബീറ്റ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്സിലെ റിട്ടേനാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. നമ്മൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റിനാണ് നമ്മൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിഫ്റ്റി ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നിഫ്റ്റിയുടെ എത്ര പെർസെൻറ്റേജ് നിഫ്റ്റിയിൽ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, അതേ സെയിം കാലയളവിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്സിലെ റിട്ടേൺ എത്രയാണ്, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു വാല്യൂനാണ് ആൽഫ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൻ്റെ ഒരു റിട്ടേൺ കിട്ടിയിരിക്കുന്നത് 10% എന്ന് വയ്ക്കാം. അതേ സെയിം ടൈമിൽ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് കിട്ടിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 8% എന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ 10ൽ നിന്ന് 8 കുറച്ച് നമുക്ക് കിട്ടുന്ന 2% ഇത് ഈ സ്റ്റോക്സിൻ്റെ ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലായി നിൽക്കുന്ന കാരണം ഇതിനെ പോസിറ്റീവ് ആൽഫ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റോക്സ് ഔട്ട് പെർഫോം ആണ്. അതായത് നമ്മളെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനും കാട്ടി കൂടുതലാണ് ഈ ഒരു സ്റ്റോക്സിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആൽഫയുടെ വാല്യൂ കൂടി നോക്കാറുണ്ട്. അതായത് ആൽഫ കൂടിയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്തരം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് കാരണം നിഫ്റ്റിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേനെ കാട്ടി കൂടുതലായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ ആൽഫ വാല്യൂ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ആൽഫ വാല്യൂ കൂടുതലാണെങ്കിൽ അത്തരം സ്റ്റോക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ നിഫ്റ്റി നല്ല രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് ഈ ഒരു സ്റ്റോക്സിൽ നിന്ന് കിട്ടാറുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബീറ്റ എന്താ നോക്കാം. അതായത് ആൽഫയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ സാധാരണയായിട്ട് വോളറ്റിലിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മാർക്കറ്റ് മൂവ്മെന്റ് കമ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോക്സിന്റെ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ബീറ്റ വാല്യൂ 1 ആണെങ്കിൽ നിഫ്റ്റി 1 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്സും 1 പോയിന്റ് മൂവ് ചെയ്യുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബീറ്റ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാൽക്കുലേഷൻ അല്ല, ഇതും ഓവർ എ പീരീഡ് ഓഫ് ടൈമിന്റെ കാൽക്കുലേഷൻ ആണ്. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ നിഫ്റ്റി തന്നെയുള്ള സ്റ്റോക്സുകൾ, അതായത് ഇപ്പോൾ നിഫ്റ്റി ഇൻഡെക്സ് മൈനസ് ആണെങ്കിൽ പോലും നിഫ്റ്റി തന്നെയുള്ള ചില സ്റ്റോക്സുകൾ അത് പോസിറ്റീവായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ ഈ ഒരു ബീറ്റ വാല്യൂ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഇറങ്ങുമ്പോൾ അതേ പോയിന്റ് തന്നെ ഈ ഒരു സ്റ്റോക്സ് ഇറങ്ങേണ്ടതെന്ന് തോന്നാറുണ്ട്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീറ്റ വാല്യൂ അല്ലെങ്കിൽ ആൽഫ വാല്യൂ ഒക്കെ കമ്പയർ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹിസ്റ്റോറിക്കൽ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തെ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യാറില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈമിലെ മൂവ്മെൻറ്റ്സ് ആണ് ഈ ഒരു ആൽഫ അല്ലെങ്കിൽ ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ഇൻവെസ്റ്ററൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും ഹൈ ആൽഫ ലോ ബീറ്റ സ്റ്റോക്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോ ബീറ്റ സ്റ്റോക്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ റിസ്ക് കുറവായിരിക്കും. ഇപ്പോൾ ഹൈ ബീറ്റ സ്റ്റോക്സുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ബീറ്റ വാല്യൂ 2 ആണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഒരു 2 പോയിന്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്സ് 4 പോയിന്റ് ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈ ആൽഫ ലോ ബീറ്റ സ്റ്റോക്സിൽ നമുക്ക് എങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ടിക്കർ ടേപ്പ് ആണ്. അപ്പോൾ ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. എന്നിട്ട് ഇവിടെ തന്നെ നമുക്കൊരു സ്ക്രീനർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്ക്രീനറിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ എന്ന് പറഞ്ഞ് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് താഴേക്ക് വരാം. ഇനി ഇവിടെ ആഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ആൽഫ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആൽഫ വരുന്നു, അതിന് ടിക്ക് മാർക്ക് ഇടാം, ഡൺ കൊടുക്കാം. പിന്നെ അടുത്ത് നമുക്ക് ബീറ്റ എന്ന് കൊടുക്കാം. അതിലും ടിക്ക് മാർക്ക് ഇടാം, ഡൺ കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ ആൽഫ, അപ്പോൾ ആൽഫ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. നമുക്ക് ഒന്നിന് കൂടുതൽ ആൽഫ ഉള്ള സ്റ്റോക്സുകൾ സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ബീറ്റ നമുക്ക് 0.80 കൊടുക്കാം. അതേപോലെ തന്നെ 1.20. അപ്പോൾ നമുക്ക് ഹൈ ആൽഫ ലോ ബീറ്റ സ്റ്റോക്സിൽ കിട്ടുന്നതാണ്. ഇനി ഇവിടെ തന്നെ നമുക്ക് വീണ്ടും ഫിൽറ്റർ ചെയ്യാം. നമുക്ക് നല്ല ആൽഫ സ്റ്റോക്സിലുണ്ടോ, നല്ല ബീറ്റ സ്റ്റോക്സിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളിൽ നമ്മുടെ ബീറ്റ വാല്യൂ കുറവാണ്, എന്നാൽ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേണും കൂടുതലാണ്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 194 ആണ്. അതായത് നിഫ്റ്റിയുടെ റിട്ടേണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 194% ഈ ഒരു സ്റ്റോക്സിൽ റിട്ടേൺ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. കേട്ടോ, ഒരുപാട് സ്റ്റോക്സിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനിയും കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ നല്ല സ്റ്റോക്സിൽ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഹൈ ആൽഫ ലോ ബീറ്റ സ്റ്റോക്സിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഫിൽറ്റർ ചെയ്യാമെന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എന്താണ് ആൽഫ അതുപോലെ എന്താണ് ബീറ്റ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൽഫ എന്ന് പറയുന്നത് എക്സസ് റിട്ടേൺ ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേൺ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആൽഫ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത്തരം സ്റ്റോക്സിൽ ഔട്ട് പെർഫോമും, ആൽഫ നെഗറ്റീവ് ആണെങ്കിൽ അണ്ടർ പെർഫോംഡ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. നമ്മളൊരു ഇൻവെസ്റ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ നിഫ്റ്റി ആൽഫ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം.
ഇനി ബീറ്റ എന്ന് പറയുന്നത് വോളറ്റിലിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ ഒരു സ്റ്റോക്സിന്റെ മൂവ്മെന്റ് മാർക്കറ്റ് മൂവ്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ബീറ്റ എന്ന് പറയുന്നത്. അതായത് ബീറ്റ വാല്യൂ 2 ഒക്കെ ആണെങ്കിൽ, അതായത് മാർക്കറ്റ് 1 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ സ്റ്റോക്സ് 2 പോയിന്റ് മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ബീറ്റ വാല്യൂ സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഹൈ ആൽഫ ലോ ബീറ്റ സ്റ്റോക്സുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത് നല്ലത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി. അപ്പോൾ അത്തരം സ്റ്റോക്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്ക്രീൻ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.